ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ണാട വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. പക്ഷേ എനിക്ക് കണ്ണിന് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഞാൻ കണ്ണാട വെക്കുന്നുണ്ട്. ഒരുപാട് നേരം യാത്രകളിലൊക്കെ ഈ കണ്ണിൽ നിന്ന് ഒരുപാട് വെള്ളം വരിക. അപ്പോൾ ഞാൻ വെച്ച് തുടങ്ങിയതാട്ടോ. അങ്ങനെ ഇത് ഈ കണ്ണാട വേറെ വെക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ പവറൊക്കെ കുറച്ച് വർഷമായില്ലേ, 2023 വന്നു. അങ്ങനെ നമ്മളിത് ഈ നെസ്റ്റോയിൽ വെച്ചിട്ട് കുണിക്കേരി സ്കൂളിലേക്കുള്ള ഐറ്റംസുകൾ മേടിക്കുകയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ നല്ല കുറേ ബാഗുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ഞായിട്ട് തൊട്ട ബാഗാണ് സത്യം പറഞ്ഞാൽ അവിടെ ഏറ്റവും നല്ല ബാഗായിട്ട് എനിക്ക് തോന്നിയത്, ആ നീല. പക്ഷേ ഭയങ്കര റേറ്റ് 1000 സംതിങ് ഉണ്ട്. അപ്പോൾ ഞാൻ 210 അത് അവിടെ വെച്ച് നമുക്ക് വേണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അതൊക്കെ സ്കൂളിൻ്റെ ഐറ്റംസുകളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കോട്ടയ്ക്കൻ്റെ നീരപ്രങ്ങാതിയാണ് കേട്ടോ ഉണക്കിക്ക് തലയിൽ തേക്കാറ്. അപ്പോൾ അതും ചോദിച്ചിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഇത് അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുന്നേ നെസ്റ്റോന്ന് AC മേടിച്ചിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ ആളെത്തിയില്ല എന്നുള്ള പരാതിയും പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വരവ്. എന്താ വെച്ചാൽ 20-ാം തീയതി വരേണ്ടതാണ്, ഇത്ര ദിവസമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കുന്നതിൻ്റെ അവിടേക്ക് എത്തിയിരുന്നു. ഞങ്ങൾ ഒന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല, കുട്ടികളുടെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ അതും നോക്കി ഉള്ളതിൽ വിലക്കുറവിൻ്റെ നോക്കിയിട്ടൊക്കെ ഞാൻ എടുത്തത്. ഉള്ളതിൻ്റെ വിലക്കുറവും പിന്നെ നമ്മൾ ക്വാണ്ടിറ്റി നോക്കണ്ടേ, നല്ല നമ്മളോട് യൂസ് ചെയ്യുന്ന ഫുഡ് കഴിക്കുന്ന പാത്രം, വാട്ടർ ബോട്ടിലൊക്കെ. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു നല്ലതും ഒരുപാട് റേറ്റ് കൂടിയതല്ലാത്ത നോക്കിയിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുണുക്കുമ്പോൾ മാത്രമേ നമ്മുടെ കൂടെ വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ബില്ലിടാനുള്ള ഐറ്റംസുകളാണ് കേട്ടോ. അതൊക്കെ ബില്ലിടാൻ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അങ്ങനെ ബില്ലിട്ടിട്ട് ഇപ്പുറത്തേക്ക് വെക്കുന്നത് മുഴുവൻ ഞാൻ എടുത്തിട്ട് ഇപ്പുറത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോയി കൊട്ടയിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ആ ബാഗിലാക്കി. ഈ ചെറുത് റബ്ബർ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോയി. അപ്പോൾ അതൊക്കെ ഞാൻ ബാഗിലേക്ക് ആക്കി, ബാക്കി വലിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊട്ടയിലേക്ക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ സ്കൂളിലേക്കുള്ള കുറേ സാധനങ്ങൾ മേടിച്ച് കുറേ സാധനങ്ങൾ പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ വർഷം അങ്ങനെ സ്കൂളിലേക്കുള്ള ഐറ്റംസ് പ്രമോഷൻ. കഴിഞ്ഞല്ല അതിന് മുന്നത്തോടേക്ക് നെയിം സ്റ്റിപ്പ് മാത്രം അങ്ങനെ പ്രമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇല്ല, പ്രമോഷനല്ല, ഒരാഴ്ച പ്രമോഷൻ കിട്ടിയിരുന്നു. ഒരാഴ്ച കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ എനിക്ക് എന്തായാലും പ്രമോഷനോ കാര്യങ്ങളോ കിട്ടിയില്ല. അപ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ നമുക്കൊരു നമ്മളെ ഇതിന് കിട്ടിയപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങളെ മക്കൾക്ക് മേടിച്ചു നോക്കാൻ ദിവസം അങ്ങനെയൊന്നും ചിന്തിക്കുന്ന കാര്യമില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവരെ ചെയ്യാന്നുണ്ടെങ്കിൽ 2 പേരോ സാധനം നമുക്ക് മേടിച്ചിട്ട് അതിന് പ്രമോഷൻ കിട്ടി. ഇങ്ങനെ നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ. നമ്മൾ കാണാൻ ഭയങ്കര ഇതാകുമ്പോൾ അവരുടെ ഫോട്ടോ വെച്ചുള്ള ബാഗും അവരുടെ പേര് എഴുതിയിട്ടുള്ള ബാഗും ഒക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷം. ആർക്ക് തുറന്നാ കുറ്റിട്ടില്ല? കുറ്റിയുണ്ടോ? ഇല്ല. തള്ളിയിട്ട് നമ്മളെ അല്ലേട്ട വരുന്നേട്ട ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുമ്പോൾ പറഞ്ഞിട്ടൊന്നും കാറ്റ് കൊടുത്തൊന്നുമില്ല. ഞാൻ അല്ലേട്ട വരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നും കാണിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, കാര്യങ്ങൾ പറയാ. അപ്പൊ ഞങ്ങളോട് പറ്റുന്ന പോലെ ഞങ്ങൾ പറ്റുന്ന പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും അല്ല, ഒരു ഏവറേജ്. ഞങ്ങൾ കൂടുതൽ നെസ്റ്റോന്ന് ഐറ്റംസ് മേടിക്കുന്നത് എന്താ വെച്ചാൽ വേറെ കടകളുമ്പോൾ ഭയങ്കര റേറ്റാണ്. നെസ്റ്റോനാകുമ്പോൾ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഞങ്ങൾ നെസ്റ്റോന്ന് തന്നെയാണ് മേടിക്കട്ടെ. നെസ്റ്റോന്ന് മേടിക്കുമ്പോൾ കൂടെ ഓഫറും ഉണ്ട്, ഒരുപാട് സെലക്ഷനും ഉണ്ട്. ശരിക്കും നമ്മൾ ഈ ലാസ്റ്റ് ടൈമായി കാരണം കുറേ കഴിച്ചു നമുക്ക് വിചാരിച്ച പോലെ എടുക്കാനൊന്നും പറ്റിയില്ല. ആകെ നമ്മൾ മേടിക്കുമ്പോൾ ഇവർക്കുണ്ടാകും ഒരുപോലത്തെ കളർ ചേഞ്ച് മേടിക്കാറുണ്ട്. 2 അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് പോകുമ്പോൾ കുണിക്ക വന്നിട്ടുണ്ടായിരുന്നു, കുളിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സംസാരിക്കുമ്പോ ഒക്കെ സംസാരിക്കുന്നത് വെച്ചാൽ ദൂരെയാണ് ഫോണിലേക്ക്. അത് മാത്രമല്ല കുഞ്ഞേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരില്ല. കുറച്ച് ബോറടിച്ചപ്പോ അച്ചു വെച്ചത് കുണുക്കിയ വിഷമം ഉണ്ടായത് കുറച്ച് വിഷമം എടുത്തത് നമ്മളോട് സാധിക്കണ പറയട്ടോ. അപ്പൊ ഇതിനും കൂടുതൽ മേടിച്ചോണ്ട് പേരൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് നമുക്കൊന്നും പറഞ്ഞില്ല. ഇപ്പൊ എന്നെ എൻ്റെ അനിയായിട്ട് സാധിക്കുന്ന പോലെ ഞങ്ങൾ അവരെ കാര്യങ്ങൾ. ഇപ്പൊ 4 മക്കളുടെ കാര്യം, 4 മക്കളും പഠിക്കുമ്പോഴും പഴയ ബാഗ്, കഴിഞ്ഞ കാലത്തെ ബാഗോ കഴിഞ്ഞ കാലത്തെ ഷർട്ടും അതൊന്നും അവര് കൊണ്ടുപോയിട്ടില്ല.
ഇവര് കൂടില്ല ഒക്കെ ദൈവത്തിന് എല്ലാം പുതിയ പേടിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇവര് കുറെ കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എല്ലാം കൊല്ലം വഴി കഴിഞ്ഞ കൊല്ലത്തെ കൊടുത്തിട്ടുണ്ട് സത്യം. അവിടെ മൂത്തവർ രണ്ടാളും ഞാൻ എല്ലാ കൊല്ലം അച്ഛൻ ഗൾഫിലാണ്. അപ്പൊ അവർക്ക് പഠിക്കുന്ന സമയത്ത് ആദ്യം അവർ മേടിച്ചു കൊടുക്കാം. അത് ഇങ്ങനത്തെ ഇപ്പൊ പാത്രങ്ങളൊക്കെ അല്ലേ, സ്റ്റീലൊക്കെ ആകുമ്പോ നമ്മള് പറഞ്ഞ LKG പഠിച്ച ഞാനൊക്കെ പഠിക്കുമ്പോ LKG പഠിച്ച ചോദിപ്പാത്രം പഠിപ്പ് കഴിയുമ്പോഴേക്കുമ്പോ എനിക്ക് 10ാം ക്ലാസ് ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികം. ഞാനും ഇല്ല പേപ്പർ കളർ നമ്മള് വെള്ളി നക്ഷത്രത്തിന് അത് ഉപയോഗിച്ചോണ്ടൊക്കെയാണോ ന്യൂസ് പേപ്പറോടാണ്. പഠിക്കാൻ പോയിന്ന് പറയാം. പഠിപ്പൊന്നും വലിയ കാര്യമായിട്ടില്ലെങ്കിൽ ഈ ബാഗിന്റെ കാശുണ്ടായി എന്റെ 10ാം ക്ലാസ് വരെ പഠിപ്പിന്റെ 10 പൈസ ബാഗ് എവിടെയാ 4-5 ബുക്ക് ഉണ്ടാവും. അതൊരു എലാസ്റ്റിക് ഒരു റബ്ബർ ഉണ്ടാവും. അതും കൂടിയിട്ട് ഇവിടെ വയ്ക്കും. ചോറ്റുപാത്രം അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യും. ഭയങ്കര സർവീസ് അതൊക്കെ പിടിച്ചു. കാര്യത്തിൽ വന്നിട്ട് പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു. അതിപ്പോ നമുക്ക് അച്ഛനും കുഞ്ഞിനെ കണ്ടപ്പോ അയ്യോ പഠിക്കാൻ പോകാൻ തോന്നുന്നു. അവരും പറയുന്നത് അവരുടെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇതുപോലെ ഒന്നും സാധാ സ്റ്റീൽ പാത്രം കൂട്ടാൻ പറഞ്ഞു. അത് ചതുരുണ്ടാവും റൗണ്ട് ഉണ്ടാവും അത്രയൊക്കെ തന്നെ. അപ്പൊ ആദ്യം നമുക്ക് പ്രമോഷൻ കിട്ടിയതാണ് ചേട്ടാ. ഇവിടെ കുളിക്കമ്മോന്റെ ഫേസ് ഉള്ള ബാഗാണ് കിട്ടിയിരിക്കുന്നത്. 3 കള്ളി ഇപ്പൊ നമുക്ക് ബോക്സ് കാരുടെ കള്ളി നോട്ട് വെക്കാൻ ടെസ്റ്റ് വെക്കാനും 3 കള്ളിയുണ്ട്. അത്രയ്ക്ക് തന്നെ ആവശ്യമാണ്. എന്താ വെച്ചാൽ നമ്മള് ചോറ്റും പാത്രം കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഒരു ബാഗ് ഉണ്ടല്ലോ. അപ്പൊ അതിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കുളിക്കമ്മോന്റെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള ബാഗാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്ക് അറിയില്ല. ലാസ്റ്റ് ഞാൻ എടുത്ത് കളിച്ചേട്ടാ കൊടുക്കാം. ഇതാര സാധനം മാറോട്ടോ എന്ന് പറയണേ. എനിക്കല്ല, അവര് വിളിച്ചു വെച്ചു ചേച്ചി മക്കൾക്ക് എന്ത് കാർട്ടൂൺ കഥാപാത്രമാണ് ഇഷ്ടം. അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ലാണ്. അപ്പൊ അവനോട് വെച്ചപ്പോ അവൻ പറഞ്ഞത് കഥാപാത്രമാണ് മാറുന്നത് മറോട്ടം മറുകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. മുടി കണ്ടാലും മറുകുട്ടി എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അടിപൊളി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടിട്ടാണ് നമ്മൾ പ്രൊമോഷൻ കിട്ടുകയാണ്. പിന്നെ ഇത് നമ്മുടെ കുണുക്കമ്മോന്റെ വേഗ് ഇതെന്താ പറയാ യൂണിക്കോൺ കുണിക്കുമോള് പേര് ഇതിന്റെ മഹാലക്ഷ്മി ഇതിന്റെ അതിന്റെ ആരവ ഇത് കുതിര. അപ്പൊ കുണിക്കുമ്പോൾ ആരാണ് യൂണിക്കോൺ. അവളോട് വെച്ചപ്പോ അവള് പറഞ്ഞൊരു രണ്ടാൾ കൂടുതൽ ഇഷ്ടം യൂണിക്കോണാണ്. എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. സത്യമായിട്ടും അവരായിട്ട് സെലക്ട് ചെയ്തതാണ്. അവരായിട്ട് പറഞ്ഞത്. നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരുപാട് അറിവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നല്ല രസമുണ്ട്. നമുക്ക് പറ്റാത്ത കാലമൊക്കെ അവർക്ക് പറ്റിയാണ്. അവരുടെ ഫേസ് സെറ്റ് ചെയ്തിട്ട് നല്ല രസമാണ്. ക്യൂട്ടായിട്ടുണ്ട്. കുറെ നേരം പടക്കം പോയിട്ടുണ്ട്. ഞാൻ പേടിച്ചു. ആദ്യം വണ്ടി അടിച്ച് കാണാമെന്ന് പേടിച്ചു. പടക്കം പൊട്ടാ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടില്. ഉത്സവം പ്രമോഷൻ കാര്യമായിട്ടുള്ള. പിന്നെ അടുത്തത് നമുക്ക് പ്രമോഷൻ സാധനത്തിന് ആദ്യം കാട്ടിയത് അത് നമ്മുടെ കുളിക്കുമ്പോഴുള്ള ലഞ്ച് ബോക്സ് ആണ്. അതിലുണ്ട് യൂണിക്കോണുണ്ട് മഹാലക്ഷ്മിയും അനിലുണ്ട്. കഴിഞ്ഞൊക്കെ ഇതുപോലെ കുറേ കുട്ടികൾക്ക് പ്രമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരോട് പറയട്ടെ അമ്മ ഞാൻ ഓർഡർ ചെയ്തിട്ട് എപ്പോഴാണ് കിട്ടാന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞത് ഓർഡർ ചെയ്തില്ല. ലാസ്റ്റോട് കൂടിയിട്ടാണ് കണ്ടിട്ടാ. സ്റ്റീലാട്ടാ. നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റീല്. നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇതാട്ടാ. അതിൻ്റെ ഒപ്പം ഒരു കറി പാത്രം ഉണ്ട് കേട്ടോ. അത്യാവശ്യം അവർക്ക് ഫുഡൊക്കെ കൊണ്ട് ഒരു ഇതാണ് കേട്ടോ. കണ്ട അത്യാവശ്യം ഉണ്ടാ മതി. അത്ര അത്ര അപ്പൊ ആശയം നോക്കട്ടെ. കൊത്തിരിക്കുന്നത് കണ്ടിട്ട് അടുത്ത ആഴ്ച അതേപോലെ നമ്മുടെ കുടിക്കുമ്പോഴുള്ള വാട്ടർ ബോട്ടിലാണ് ഈ കാണുന്നത്. കുടിക്കുമ്പോഴുള്ള ഫോട്ടോ വെച്ച് കുടിക്കുമ്പോഴുള്ള പേര് എഴുതിയിട്ട് യൂണിക്കോൺ. എന്തൊരു രസമാണ്. ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഈ വലിച്ചു കുടിക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെ ഹോളായിട്ട്. അല്ലെങ്കിൽ വലിച്ചു കുടിക്കണതിൻ്റെ ഉള്ള എളുപ്പമല്ല കഴിയുക. ഇതാകുമ്പോൾ ജസ്റ്റ് അവർ തുറന്ന് അവർക്ക് കുടിക്കുക. അത്യാവശ്യം വെള്ളം കൊള്ളും. 1 ലിറ്റർ വെള്ളത്തോളം കൊള്ളും തോന്നുന്നു അല്ലേ. ഉണ്ടപ്പുണ്ടല്ലോ കൊള്ളും.
നല്ല നല്ലതാട്ടാ. അതുള്ള സ്റ്റീലല്ലേ? അതിനുള്ള സ്റ്റീലാട്ടാ. അങ്ങനെ കുളിക്കുമ്പോൾ അതേപോലെ കുളിക്കുമ്പോൾ ഫോട്ടോ വെച്ചുള്ള നെയിം സ്റ്റിപ്പ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ കുറെ നെയിം സ്റ്റിപ്പ് പേര് അവര് വാട്ടർ ബോട്ടിൽ പൊട്ടിക്കാൻ വേണ്ടിട്ട് കുഞ്ഞുഞ്ഞിത് മഹാലക്ഷ്മി അങ്ങനൊക്കെ ഉണ്ട് കണ്ട. അവര് അതൊന്നും തെറ്റുപറ്റിക്കാൻ അങ്ങനെ കുറെ ഇതുണ്ട് കണ്ട. ഇത് ഇവിടെ കുളിക്കുമ്പോൾ കേട്ടോ നെയിം സ്റ്റിപ്പ് അടിപൊളിയായിട്ട് വെച്ചാൽ അടിപൊളിയുടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാട്ടോ അവര് ഇത് ചെയ്തു തന്നിരിക്കുന്നത്. അടുത്ത കൊല്ലം നമുക്ക് ഈ ഒരു ആൾക്കാരെ നമുക്ക് ഇവരെ മേടിക്കാൻ തോന്നും കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇതാരുടെ ഇതും മഹാലക്ഷ്മിയുടെ ആണ് കേട്ടോ. ഒരു പൗച്ചാണ്. നല്ല സ്പേസ് ഒക്കെ ഉള്ള പൗച്ചാണ്. ഇത് മഹാലക്ഷ്മിയാണ് ചെയ്ത് എനിക്കാണ് നല്ല സന്തോഷിച്ചു. കേൾക്കണ്ട കഴുത്തിൽ പമ്പയ്ക്ക് കൊടുത്ത് കൊല്ലും. അതേപോലെ ഇതാരുടെ മഹാലക്ഷ്മിയുടെ തന്നെയാണ് പേരുള്ള പെൻസിലുകൾ കേട്ടോ. അതൊക്കെ നമുക്ക് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര കൗതുകം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കളർഫുള്ള് പെൻസില്. നല്ല രസമുള്ള പെൻസിൽ കേട്ടോ. അടിപൊളി കേട്ടോ. അപ്പൊ അതിലൊരു കട്ടറുണ്ട്. അങ്ങനെ അതായി ഇനി അടുത്ത് എടുക്കാൻ പോണത് നമ്മളെ ആരവക്കുട്ടന്റെ നമ്മളെ ടീച്ചർ വിളിക്കുന്ന ആരവക്കുട്ട. അങ്ങനെ നമ്മളെ കൊടുക്കന്റെ ആൺകുട്ടി എങ്ങനെ പെൺകുട്ടി എങ്ങനെയാണ് പിങ്കും മോനെ നീലാണ് ഇടുന്നതിലും മൊറോട്ടും ഉണ്ട്. ആരും എനിക്ക് വന്ന് പേര് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റീലിന്റെ നല്ല ക്വാളിറ്റി നല്ല കനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു വലിയൊരു കൂട്ടാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടുപോകുമ്പോ ഇതിലൊക്കെ ആക്കി ഒറ്റ കുടുക്കനാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഒറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഒറ്റയ്ക്ക് കഴിച്ചത് കുട്ടിയാ. അതേപോലെ ധാരം നോക്കിയേ എന്റെ പോയിച്ചൊക്കെ നിക്കണത് ഇപ്പൊ കണ്ട. അങ്ങനെ കുടുക്കന്റെ പേര് പെൻസിലിന്റെ കാണുന്നത് വേറെ ഉണ്ടോ? അങ്ങനെ ഇതാണ് പ്രൊമോഷൻ കിട്ടിയ ഐറ്റംസ്. അപ്പൊ ഇന്ന് ഞങ്ങള് പോയി മേടിച്ചു വന്ന സാധനം ഇത് മാത്രം ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. കുറച്ചുകൂടി ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ആദ്യം ഇത് ഒരെണ്ണം ഞാൻ വേറെ കളറില്ല പിങ്ക് കളറില് ഇതന്നെ കാർത്തുമ്മയ്ക്ക് മേടിച്ചാട്ടോ. ഒരു ലഞ്ച് ബോക്സാ സ്നാക്സ് ബോക്സ് എന്താണെങ്കിൽ ആയിട്ട് കൊണ്ടുപോയിട്ടാ. കാർത്തുമ്മയ്ക്ക് കുഞ്ഞിട്ടാ. കാർത്തുമ്മയുടെ അച്ഛനും അമ്മയും നല്ല വലുത് നല്ല സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് അത്ര നല്ല വില കൂടിയതൊന്നല്ല. അത് കുണുക്കിന് കുണിക്കുകയും ഏത് ലൈറ്റിന് മേടിച്ചിട്ട് അതേപോലെ തന്നെ കേട്ടോ. അതേപോലെ കുണുക്കിന് കുണിക്കും മേടിച്ച് അതേപോലെ തന്നെയാണ് കേട്ടോ കാർത്തൂന് മേടിച്ചത്. ഒരുപാടൊന്നുമില്ല. അവർക്ക് എല്ലാ സാധനങ്ങളും അച്ഛനമ്മ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ സന്തോഷത്തിന് അവിടെ ഇതിന് നല്ല ഐറ്റംസുകളാണ് കേട്ടോ. അത് വേറെ കാര്യം. നമ്മള് പാത്രത്തിലാക്കി കൊടുക്കുമ്പോൾ നമ്മളൊന്നും മേടിച്ചു കൊടുക്കണില്ലല്ലോ. അപ്പൊ കുണിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണ പരമാവധി സമയങ്ങളിലാണെങ്കിൽ അവൾക്ക് ഒരു ജോലി നിൽക്കാറുണ്ട്. എന്തെങ്കിലും കാശൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ പരമാവധി എപ്പോഴെടുക്കാണ്ട് കാർത്തുമ്മയ്ക്ക് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയം ഇവർക്ക് മേടിക്കുന്നതിനൊപ്പം കാർത്തുമ്മയ്ക്ക് എന്താ അവർക്ക് മാറി കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാം ഒരുപാട് വിലയുടെ ഒന്നല്ല. ഇവർക്ക് മേടിച്ച സെയിം വില കേട്ടാ. അത് നമ്മളോട് അത്ര താങ്ങണം. നമുക്കിപ്പോ ശരി എല്ലാം മാമന്റെ വീട്ടിൽ കുട്ടികൾക്ക് ഒരുപാട് ബാഗും സാധനങ്ങളും സ്കൂൾ തുറക്കുമ്പോൾ അത് എന്റെ മക്കൾക്കും ആ ബാഗിന് എന്റെ മക്കളുടെ കുട്ടികൾക്കും ആ ബാഗില് ഞങ്ങൾക്ക് ഒരുപാട് മേടിച്ചു കൊടുക്കാൻ നമ്മൾ പറ്റാറില്ല. മേടിച്ചു കൊടുക്കണമെങ്കിൽ മേടിച്ചു കൊടുക്കാൻ പറ്റാ. അത് മേടിച്ചു കുഞ്ഞുമാമനാ ഒരു ചെറിയ വാട്ടർ ബോട്ടിലോട്ട് കാർത്തുമ്മയ്ക്ക് ഉള്ളത് നല്ല അത്ര ലോക്കലല്ല ഉള്ളത് നല്ലത് നോക്കിയിട്ട് ഈ രണ്ട് സാധനങ്ങൾ നമ്മള് കാർത്തുമ്മയ്ക്ക് ആയിട്ട് മേടിച്ചിട്ടാണ്. വേറെ ഒന്നും മേടിച്ചിട്ടില്ല. ഇത് മാറ്റിച്ച കാർത്തുമ്മയുടെ അച്ചാച്ചൻ പറഞ്ഞിട്ടാ കുളിക്കൽ ബേഗുണ്ടെങ്കിൽ കാർത്തുമ്മ ചോദിച്ചുട്ടാ. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്ക കാർത്തുമ്മയ്ക്ക് ഒരു ബേഗ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ കുഞ്ഞിനോട് വേണ്ട
പ്രമോഷൻ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ മേടിക്കുകയും ചെയ്തിട്ടുള്ളൂ. വേണ്ട പറഞ്ഞാട്ടാ. അല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞതാണ്. അല്ലാതെ അപ്പോൾ ചേച്ചി ഫോട്ടോ അയച്ചു കഴിയുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ ആരോഗ്യം കഴിഞ്ഞിട്ട് മൊറോട്ടയാണ്. അതിൻ്റെ ഒരു പൗച്ചുണ്ട്. അതിൻ്റെ ഒരു പൗച്ചുണ്ട്. അതേപോലെ നമ്മുടെ കുണുക്കൻ്റെ പേര് എഴുതിയിട്ടുള്ള പെൻസിലുണ്ട്. ഒരുപാട് കളറുകളായിട്ട് നല്ല രസം കേട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അപ്സരയുടെ പെൻസിൽ മേടിക്കണം. അത് പോയിട്ട് കിട്ടിയില്ല. അവിടെ കഴിഞ്ഞു അപ്സരയുടെ. ഇനി ഞാൻ വെച്ചാൽ കൊടുക്കുമ്പോൾ അങ്ങനെ ശബ്ദം നടത്തില്ല. ഓരോന്നും വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഇതിന് ഞാനിങ്ങനെ മേടിക്കണോ കുറേ ഒന്നും മേടിക്കില്ല. ഇങ്ങനെ ഒരു ഡപ്പ നെക്സ്റ്റ് വന്ന് 55 രൂപയുടെ ഡപ്പയാട്ടോ. അതില് എത്ര വലിയ ചെറിയ റബ്ബറാണില്ലേ കൂടുതൽ പിടിക്കാൻ പറ്റില്ല. 1 2 3 4 5 ഒരു 5 കുട്ടികളൊക്കെ ഒരു വീട്ടിലിങ്ങനെ പണ്ടത്തെ കാലത്ത് നമുക്ക് ഒരു റബ്ബർ ഒരു കെട്ടണമല്ലോ. അങ്ങനെ ഒരു 5 വെള്ളം യൂസ് ചെയ്യാട്ടോ. ഇന്നത്തെ കുട്ടികൾക്ക് ആഴ്ചയില് പരമാവധി മാറ്റാതെ ശ്രദ്ധിച്ച് എഴുതുക. അപ്പൊ റബ്ബർ തേവാന് പറ്റില്ല. ഇതാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ കുറുക്കമ്മോന് ഒരു പൗച്ചാണ്. ആ പൗച്ചിലാണ് എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. വലിയ പൗച്ച യൂസ് ചെയ്യാൻ അത്ര ഇതാവില്ല. ഉണിക്ക് കൊണ്ടുപോകാൻ എടുക്കണം കേട്ടോ. അപ്പൊ ഒരു പൗച്ച് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പൗച്ച് 3 നോക്കുന്നറിയ. ഇത് സാധാരണ പൗച്ചൊക്കെ തുണിയിൽ അതിങ്ങനെ കാണണ്ട. അതിന്റെ ഉള്ളിലത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ചമ്മന്തി ആയിക്കോളും. അത് വേണ്ട അതെടുക്കരുത്. നമ്മുടെ കുറുക്കന്മാരെ നീലാട്ടോ. അവൻ പോയല്ലേ ഗേളിന് എന്താ പറയുക പൂമ്പാറ്റ പിങ്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല നല്ല രസമുണ്ട്. പൂമ്പാറ്റയും പിങ്കൊക്കെ ഉണ്ട്. പിന്നെ ബിസ്കറ്റ് ഇത് എനിക്ക് മേടിച്ചാണ്. ഇവർക്ക് എല്ലാം വരയ്ക്കാൻ എന്നുണ്ടെങ്കിൽ എനിക്ക് വരയ്ക്കാൻ അത് ഞാൻ ഓർമ്മ മേടിച്ചു. എനിക്കുള്ളതാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെന്താ ഇത് ഷോപ്പിലേക്കാട്ടോ. അതിനായിട്ടൊരു എന്താ പറയാ അമിതരിക്കാൻ അതാണ് കാത്തില് അതാണ് ശബ്ദം. പിന്നെ 2 ചെറിയ ബോക്സ് മേടിച്ചിട്ടായിട്ട് വേറെ ഒന്നുമല്ല. ഞങ്ങള് ശബ്ദം പഠിച്ചേക്കാം. പിന്നെ ഈ 2 ചെറിയ ബോക്സ് മേടിച്ചത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇനി ഷോപ്പിലേക്ക് പോയി തുടങ്ങുകയാണെങ്കിൽ ഉന്നോളെ സ്കൂൾ വണ്ടിയിൽ പറഞ്ഞേക്കാണ്. അപ്പോൾ സ്കൂൾ വണ്ടിയിൽ രാവിലെ കൊണ്ട് പറഞ്ഞാൽ സ്കൂൾ വിട്ടിട്ട് ട്യൂഷൻ അവിടെ ഇറങ്ങണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ പ്ലാനിങ്ങിൽ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫുഡൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതിനുള്ള ബേക്കറി എന്തെങ്കിലും വെക്കാം. നമുക്ക് ഉണ്ടാക്കിയത് അത്രയും മണിക്കൂർ കഴിക്കുമ്പോൾ സ്നാക്സിനാകുമ്പോൾ ഒരു 1-2 മണിക്കൂർ അവർ കഴിക്കും സ്കൂളിൽ പോയി. ഇതാകുമ്പോൾ 3 മണിക്കൂറാകുമ്പോൾ തണുത്ത് രസമുണ്ടാവില്ല. അപ്പം വില നുറുക്കുക അല്ല അങ്ങനെ എന്തെങ്കിലും അപ്പൊ അത് രാവിലെ സ്നാക്സ് ഇത് സ്കൂൾ വിട്ട് വന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് കഴിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള പാത്രമാണ് കേട്ടത്. അങ്ങനെ 2 ചെറുത് 2 ആൾക്കും. പിന്നെ പേന മേടിച്ചത് അതിനായിട്ട് നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് ആവശ്യം പേന മേടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ കട്ടനത്ര മുറിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ 2 കട്ടർ എടുത്തിട്ടുണ്ട്. പിങ്ക് കുണിക്കേടി പച്ച കുണുക്കം വേണ്ടി. പിന്നെ എല്ലാ പ്രാവശ്യം മേടിക്കുന്ന പോലെ ഇതെന്താ പിന്നെ ഇത് നമ്മൾ ഷോപ്പിലേക്കുള്ള സ്റ്റിക്കറുകളില്ല. 10-15 രൂപയുടെ സ്റ്റിക്കറുകൾ വെച്ചാട്ടോ. പിന്നെ നമുക്ക് ഉപതിയാള എന്താ പറയാ സ്റ്റാപ്ലർ. പിന്നെ പശ 2 ആൾക്കും ഓരോ സ്കെയിലൊക്കെ ഞാൻ സെറ്റ് ചെയ്ത. പിന്നെ ഇതാണ് കേട്ടോ അവർക്ക് ലഞ്ച് ബാഗ്. അതായത് അവർക്ക് ഫുഡ് കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ് കേട്ടോ. അപ്പൊ ഭയങ്കര വലുതാ നോക്കി. അതെന്തുകൊണ്ടാ വെച്ചാല്
നമ്മൾ ചെറിയ ബാഗ് മേടിച്ചിട്ട് വെക്കുമ്പോ ടൈറ്റ് ആകുമ്പോ ഈ സിബ് പെട്ടെന്ന് പൊട്ടുക. അപ്പൊ എല്ലാം വെച്ചോക്കട്ടെ ലാസ്റ്റ് ഇവരെ സ്നാക്സ് ബോക്സ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. നമ്മള് സ്കൂൾ വിട്ടത് കഴിക്കുന്ന കുഞ്ഞ ബോക്സ് ആണ്. ഇത് സ്കൂളിൽ കൊണ്ടുള്ള സ്നാക്സ് ബോക്സ്. നമ്മള് ലഞ്ച് ബോക്സ് നമ്മൾ മേടിച്ചിട്ട് നമുക്ക് പ്രൊമോട്ട് വേണ്ടി. അപ്പൊ സ്നാക്സിന് ഒരു ബോക്സ് മേടിച്ചത് കുളിക്കുമ്പോഴാണ് കേട്ടോ. ഇവിടെ എല്ലാം കഴിഞ്ഞു. ആകെ ഒന്ന് ഇത് മാത്രം ഭംഗിയല്ലോ മോനെ പച്ച. ഇത് കുളിക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഇതിനുള്ളിൽ 2 ടീസ്പൂൺ ഉണ്ട്. എനിക്ക് എവിടെ സ്ഥലം ഉണ്ടോ? ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 ടീസ്പൂൺ. എന്നിട്ട് അതേപോലെ ഇങ്ങനെ അടച്ചു വെക്കുക. ഇതിന് ഉള്ളില് സ്റ്റീൽ കേട്ടോ. കണ്ട മാഗി എന്തിനൊക്കെ ഉണ്ടാക്കാല്ലേ സുഖം. എപ്പോഴെങ്കിലും അപ്പൊ അതിലേക്കുള്ള കണ്ട എപ്പോഴെങ്കിലും ഒക്കെ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ. അങ്ങനെ ഈ 2 കള്ളികളെ മേടിച്ചിട്ടാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് പോകണല്ലോ. അപ്പൊ അവർക്ക് സ്നാക്സ് ഞാൻ കുറച്ച് ബേക്കറി എല്ലാം കൊടുത്തേക്കാൻ കുറച്ച് കട്ടിയില് അവർക്ക് എന്തെങ്കിലും കൊടുത്തേക്കാറ് കേട്ടോ. ഇനി പാല് ഒരു നാല് പാല് മേടിക്കുന്നത് 2 ആൾക്ക് 3/4 ഗ്ലാസ് വീതം ഉണ്ടാവും. അത് ഇന്ന് കുടിച്ചു പോകണം കേട്ടോ. വീട്ടുകൾക്ക് വേണ്ടി മേടിക്കുന്നതാണ്. ഇതാണ് ഇവിടെ കുണക്കമ്മോന്റെ കാർത്തുമ്മയ്ക്ക് ഇങ്ങനത്തെ നോക്കിട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു കാർത്തുമ്മയ്ക്ക് വലിപ്പം കൂടാതെ കുഞ്ഞീടെ കുഞ്ഞ 3 കളി. അവൾക്ക് ചോറാണ് കുറച്ച് മീൻ വറുത്തത് മുട്ട അങ്ങനെ കൊണ്ട് ഒരു 3 കളിയിലെ കുഞ്ഞീട് കേട്ടോ. ഈ പൊന്നി അറിയില്ല. പിന്നെ ഉള്ളത് നോട്ട് ബുക്ക്. അത് ട്യൂഷനിലേക്ക് വേണ്ടി മേടിച്ചാൽ ഇത് എന്റെ ഷോപ്പിലേക്കുള്ള 2 നോട്ട് ബുക്ക്. പിന്നെ ഇത് ട്യൂഷനിലേക്കുള്ള നോട്ട് ബുക്ക് കേട്ടോ. പിന്നെ ബുക്ക് പൊതിയാളെ ഞാൻ എപ്പോഴും ബുക്ക് പൊതിയുമ്പോൾ ബ്രൗൺ പേപ്പറിൽ നിർബന്ധം. സ്കൂളിലെ ബ്രൗൺ പേപ്പറിൽ തന്നെ ബുക്ക് പൊതിയും. അത് നിർബന്ധം. പക്ഷെ നമുക്ക് ബ്രൗൺ പേപ്പറിൽ ബുക്ക് പൊതിഞ്ഞ് 10 ദിവസം കഴിക്കാതൊക്കെ ഇങ്ങനെ കീറി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ബ്രൗൺ പേപ്പറോട് ആദ്യം ബുക്ക് പൊതിഞ്ഞതിന്റെ മുകളിൽ നിങ്ങൾ കവറുകൊണ്ട് പൊതിഞ്ഞ് കൊടുത്തിട്ടാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളുടെ ബുക്കുകൾ കേടാവാനിടയ്ക്ക് അത് നമ്മുടെ അടുത്ത വീട്ടിൽ അഭിനയിച്ച് അത് കാട്ടിയത് ബുദ്ധി അഭിനയിച്ച് മുട്ടിയൊക്കെ പൊതിഞ്ഞ് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടാണ്. അതിന് ശേഷം പൊതിഞ്ഞൊക്കെ ബുക്ക് കേടാവാറില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുണക്കേര്. അതിന് വെച്ച് നോക്കട്ടുണ്ട് അമ്മ. ഇങ്ങോട്ട് ലഞ്ച് ഒരു പേര് എടുത്താൽ ഇത് വെച്ചത് വെച്ചോക്കാനാണ്. വെള്ളം ഉപ്പ് എടുത്താൽ അത് സ്നാക്സിന്റെ അല്ലേ ലഞ്ച്. അപ്പൊ ലഞ്ച് അതായത് ലഞ്ചിന്റെ ഇത് പുറത്ത് വയ്ക്കുന്നത്. ഇത് ഉള്ളിലേക്ക് ഒന്നും ഉള്ളിൽ കഴിക്കാൻ കറി ഉപ്പിലേക്കാണ് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോഴെന്നെ അങ്ങനെ പറഞ്ഞാൽ എന്നിട്ട് കഴിക്കി കൊടുക്കിയ. പിന്നെ ഇത് ഇതിൽ വെക്കുന്നുണ്ട്. ഇത് സ്കൂൾ ഇട്ടത് മാമിന്റെ അവിടെ വന്നിട്ട് കഴിക്കാറുണ്ട്. ഓക്കെ സാമർജി സാലേ ആശാവില്ല. ഇനി നമുക്ക് ശരിയാ അമ്മയെടുക്കാം പാലുകൂട്ടുണ്ടായി കഴിക്കാം. അപ്പൊ ഇത് കറക്റ്റ് ആട്ടാ നോക്കിയേ. കറക്റ്റ് വേഗമാണ്. നല്ല രസമില്ല കാണുമ്പോ കളർഫുള്ളായിട്ട് കാണുമ്പോ. ഈ കഴിഞ്ഞ വരെ പറഞ്ഞിട്ട് ഒരു സ്കൂളിൽ വരെ പോലത്തെ ബാഗ് ഇവര് മാത്രമാണ് ലഞ്ച് ബാഗ്. ഇവരുടെ പെട്ടെന്ന് തായമാർക്ക് എല്ലാവർക്കും അറിയാത്ര എവിടെ ഇരുന്നാലും എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ ആരോഗ്യം വെച്ചാൽ അവരുടെ പോലെ അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഡാർക്ക് കളർ അടിച്ചാൽ മതിയൊന്നുമില്ല. അത് വെക്കാം. ഇത് നിവർത്ത് ഇവിടെ നോക്കിട്ടായിട്ട് നോക്കില്ല. കുഞ്ഞിനെ ഇങ്ങനത്തൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടിയാണ്.
വയ്യാത്ത അത് ഒതുങ്ങിയിരിക്കുക. ഇത് കുടിക്കുമ്പോൾ വേഗത്താണ് മോന്റെ ബാഗോ അല്ല കുട്ടിന്റെ പാർട്ട്ണർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതായത് എല്ലാം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ അതെല്ലാം അതിന് കറക്റ്റ് ആക്കണം. സിബ് കറക്റ്റ് അടയ്ക്കണം. നല്ല സമയമൊക്കെ അവരോട് കണ്ടെത്താൻ അപ്പൊ ഇതിനുള്ളിൽ കരട് വേസ്റ്റ് ആണ് ഇരിക്കുന്നത് പുറത്തേക്കാണ്. അപ്പൊ നമ്മൾ ടൗല് പൊതിച്ചോടെ അതായത് വൃത്തി പോലെ തന്നെ വെക്കണം. വൃത്തി പോലെ ചെയ്യണം. സാധനം വെക്കുന്ന സ്ഥലമില്ല. പിന്നെ ഒരു കമന്റ് ഞാൻ കണ്ടത് ഇപ്പൊ പറയട്ടെ, നമ്മുടെ നിങ്ങൾ അടുക്കള വൃത്തിയാക്കിയതിന്റെ പകരം നിങ്ങൾക്ക് റൂമോട് വൃത്തിയാക്കാൻ റൂമോൾക്ക് ഒരു വൃത്തിക്കുറവുണ്ട്. ഈ റൂമോട് കിടക്കണ പോലെ തന്നെയാണ് ആ റൂം ഒരേ വലിപ്പാണ്. ബാത്റൂം ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ബാത്റൂം എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ വീടിന്റെ അളവ് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് കൂട്ടിയെടുക്കാൻ പാടില്ല അളവ് പ്രകാരം. അങ്ങനെ ഞങ്ങളത് എടുക്കാത്ത. വിശ്വസിക്കുമ്പോ എല്ലാവർക്കും വിശ്വാസം, അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തതിനുള്ള കേട്ടാ. അങ്ങനെ നമ്മുടെ നല്ല രസം കേട്ടാ. നമ്മള് സ്കൂളിൽ കഴിക്കാനുള്ള സ്നാക്സ് മാത്രം കുഞ്ഞീട് അല്ലേ അപ്പൊ നമുക്ക് ബാക്കിൽ കൊടുത്തേക്കാൻ പറ്റില്ലേ? അതൊക്കെ ഉണ്ടാക്കിയതൊക്കെ തണുപ്പ് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയത്. അതേ രണ്ടാമത്തെ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. കവലിന്ന് മടക്കിട്ടേക്കാം. അപ്പൊ നിങ്ങൾ കൂടെ കവല് വിരിച്ചാൽ മതി. ചെറുപ്പം വെക്കാം. നല്ല ഇട്ടാ ബേഗിന് വലിഞ്ഞ് ബേഗ് പൊട്ടും. അതുകൊണ്ടാട്ടാ. അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ബുക്ക് പൊതിയാൻ പോവാണ്. ഇതൊക്കെ ഒന്ന് ഭംഗിയിൽ വെച്ചൊരു വീഡിയോ എടുത്താലും കട്ടിന്റെ ഉള്ളിലത്തേക്ക് ഈ കളയല്ലേ? അങ്ങനെ കളയല്ലേ പോണ ഇപ്പൊ ഇരിക്കാനാ അത് കോഫി